വെൽക്കം സ്റ്റുഡൻസ്. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ജിംപിനെ കുറിച്ചിട്ടാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കതിൻ്റെ ഫോക്കസ് ഏരിയ ഒന്ന് കാണാം. ദാറ്റ് ഈസ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ സം എക്സാമ്പിൾസും നോക്കണം. Then we have to study the comparison study of raster and vectors editors. Finally we have to study about GIMP features. അതായത് നമ്മളൊരു ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചാൽ അത് തന്നെയാണ് GIMP ഫീച്ചേഴ്സുമായിട്ടും പഠിക്കേണ്ടത്. സോ ഒറ്റ ക്വസ്റ്റ്യൻ പഠിച്ചാൽ മതി. ആൻഡ് നെക്സ്റ്റ് വി ഹാവ് ക്യാൻവാസ് ക്രിയേഷൻ, ഹൗ ടു സേവ് ആൻ ഇമേജ്, ദ സെലക്ഷൻ ടൂൾസ്. എന്താണ് സെലക്ഷൻ ടൂൾ, അതിൻ്റെ പേരുകൾ മാത്രം പഠിക്കുക. നമ്മൾ മുൻപ് GIMP ഡിസ്കസ് ചെയ്തപ്പോൾ അതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരുന്നു. ഓരോ ടൂളും എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ യൂസേജ് എന്താണ്, അങ്ങനെയൊക്കെ പഠിച്ചിരുന്നു. പക്ഷെ നമുക്ക് ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് അതിൻ്റെ പേരുകൾ മാത്രം പഠിക്കുക. ആൻഡ് വി ഹാവ് ട്രാൻസ്ഫോം ടൂൾസ്. അതെന്താ, വാട്ട് ഈസ് ട്രാൻസ്ഫോം ടൂൾസ്, അതിൻ്റെ പേരുകൾ പഠിക്കുക. ഇത്രയാണ് GIMPനെ കുറിച്ച് പഠിക്കാനുള്ളത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. GIMP. ഓക്കെ, സോ ഒരു ചെറിയൊരു ലെസണാണ്. 6 and 7 എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും രണ്ടും കൂടെ ഒരു യൂണിറ്റിൻ്റെ വലുപ്പമില്ല. ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് GIMP. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു സ്റ്റഡി ദ ഫുൾ ഫോം ഓഫ് GIMP. ആസ് യു നോ, GIMPിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് ഫുൾ ഫോം GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം. Next we have to study about image editors. What is the purpose of image editors? നമ്മൾ ആദ്യം GIMPിൻ്റെ ഫുൾ ഫോം പഠിച്ചു, GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം. ഫുൾ ഫോം പഠിക്കണേ. സെക്കൻഡ് നമ്മൾ പഠിക്കേണ്ടത് വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് ഇമേജ് എഡിറ്റേഴ്സ്. നമുക്കറിയാം ഇമേജ് എഡിറ്റേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ആർ യൂസ്ഡ് ടു എഡിറ്റ് ദ ഇമേജ്. സിംപ്ലി പറയാൻ നമുക്ക് അങ്ങനെ പറയാം അല്ലേ, ഇമേജ് എഡിറ്റ് ചെയ്യാനായിട്ടാണ് ഇമേജ് എഡിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. As well as we can compress the image, we can alter the size of the image, as well as we can rotate the image, we can use brush, pencil, airbrush, അങ്ങനെ കുറേ ടൂൾസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. ഇതൊക്കെയാണ് ഒരു ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൻ്റെ യൂസേജ്. വി ക്യാൻ എഡിറ്റ് ദ ഇമേജ് എഫക്റ്റീവ്ലി, വി ക്യാൻ റീസൈസ് ദ ഇമേജ്, വി ക്യാൻ കംപ്രസ് ദ ഇമേജ്. അതായത് by using image editors we can resize, compress, crop or rotate the image, as well as many painting tools are available in an image editor. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ, അത് പേര് പറഞ്ഞ പോലെ ഇമേജ് എഡിറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇമേജസിനെ റീസൈസ് ചെയ്യാം, അതുപോലെ ക്രോപ്പ് ചെയ്യാം, കംപ്രസ് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം. മെനി പെയിൻറ്റിങ് ടൂൾസ്, പെയിൻറ്റ് ചെയ്യാനുള്ള പല ടൂൾസ് അതിനകത്ത് അവൈലബിൾ ആണ്. നമ്മുടെ ഒരു സ്വാഭാവിക ബുദ്ധിയിലത് ആൻസർ ചെയ്താകുന്ന കാര്യമാണ്. വാട്ട് ഈസ് ദ യൂസേജ് ഓഫ് ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. ഓക്കെ, ദെൻ നൗ വി ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ആർ ദർ. മെയിൻലി വി ഹാവ് 3 types of image editing softwares are there: raster image editor, vector image editors and 3D modelers. We have 3 types of image editors are there: raster image editor, vector image editors and 3D modelers. ഇതിൻ്റെ എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റാസ്റ്റർ ഇമേജ് എഡിറ്ററിൻ്റെ എക്സാമ്പിൾ ആണ് GIMP, Photoshop, GThumb. GIMP, Photoshop, GThumb. നമ്മൾ ഓൾറെഡി GIMPും ഫോട്ടോഷോപ്പും ഫെമിലിയർ ആണ്. ദെൻ നെക്സ്റ്റ് ഒന്നോട് പഠിച്ചു നോക്കിയ GThumb. ദാറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് റാസ്റ്റർ ഇമേജ് എഡിറ്റർ. Next we have vector image editor. We have some examples of vector image editors: CorelDRAW, Adobe Illustrator, Inkscape. Examples നോക്കണം: CorelDRAW, Adobe Illustrator, Inkspace. That are the examples of vector image editors. And the example of 3D modelers, that are K3D, 3D Studio Max. Examples ഓർത്തു വയ്ക്കും. നമ്മൾ ഇത്ര നേരം പഠിച്ചത് GIMP എന്താണ്, GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം. What is the usage of image editing software? That's are used for image editing. As well as by using the software we can resize the image, crop, alter, rotate the image. Okay,
അതായത് ഒരു ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇമേജസിനെ എഡിറ്റ് ചെയ്യാം, റീസൈസ് ചെയ്യാൻ പറ്റും, ക്രോപ്പ് ചെയ്യാൻ പറ്റും, കംപ്രസ് ചെയ്യാൻ പറ്റും ഒക്കെ പറ്റും. മെനി പെയിൻറ്റിംഗ് ടൂൾസ് ആർ അവൈലബിൾ ഇൻ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. ഞങ്ങളുടെ മനസ്സിലൊരു ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഓർക്കുക, അപ്പം നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ തന്നെ എഴുതാൻ പറ്റും. സോ നെക്സ്റ്റ് വി ഹാവ് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ്. ഓൾറെഡി നമ്മൾ കണ്ടു 3 ടൈപ്പ് ഉണ്ട്: raster image editor, vector image editors and 3D modelers. Having some examples, that is GIMP, Photoshop, GThumb. That's an example of raster image editors. Vector image editors and examples are CorelDRAW, Adobe Illustrator and Inkscape. And we have another example for 3D modelers, that is K3D, 3D Studio Max. Next, we have a comparison study between raster image editor and vector image editors. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കമ്പാരിസൺ സ്റ്റഡി ഒക്കെ എവിടെ കണ്ടാലും പഠിക്കണം, കാരണം അതൊക്കെ നന്നായി ചോദ്യം വരാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, നമ്മൾ കണ്ട പോലെ തന്നെ raster image editors are made up of pixels. Raster images are made up of pixels. But vector images are made up of mathematical formulas. നമുക്ക് ആ പോയിന്റ് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ് അല്ലേ. റാസ്റ്റർ ഇമേജസിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് അതിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് പിക്സൽസ് ആണ്. എന്നാൽ വെക്ടർ ഇമേജസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ ഫോർമുലാസ് ആണ്. സോറി. നെക്സ്റ്റ്, റാസ്റ്റർ ഇമേജസിൻ്റെ കേസിൽ ക്വാളിറ്റി വിൽ ബി ഡിക്രീസ്ഡ് വെൻ ദ ഇമേജ് ഈസ് സ്കെയിൽഡ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് വെക്ടർ ഇമേജസ് ക്വാളിറ്റി നെവർ ലോസ് വെൻ ദ ഇമേജ് ഈസ് സ്കെയിൽഡ്. അതായത് ഇമേജ് റീസൈസ് ചെയ്ത് കഴിഞ്ഞാൽ റാസ്റ്റർ ഇമേജസിൻ്റെ കേസിൽ ക്വാളിറ്റി ഡിക്രീസ് ചെയ്യും, റാസ്റ്റർ ഇമേജസിൻ്റെ കേസിൽ. ബട്ട് ഇൻ ദ കേസ് ഓഫ് വെക്ടർ ഇമേജസ് നമ്മൾ എങ്ങനെ റീസൈസ് ചെയ്താലും അതിൻ്റെ ക്വാളിറ്റി ഡിക്രീസ് ചെയ്യില്ല. ആൻഡ് നെക്സ്റ്റ് കമ്പാരിസൺ, റാസ്റ്റർ ഇമേജസ് ആർ കേപ്പബിൾ ഓഫ് ഡിസ്പ്ലേയിങ് എനി കളർ. റാസ്റ്റർ ഇമേജസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എനി കളറിനെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ബട്ട് വെക്ടർ ഇമേജസിൻ്റെ കേസിലാണ് എന്താണ്, വെക്ടർ ഇമേജസ് ഡു നോട്ട് പെർമിറ്റ് കളർ എഡിറ്റിംഗ് ടു ദ എക്സ്റ്റെൻറ്റ് ആസ് പോസിബിൾ വിത്ത് റാസ്റ്റർ ഇമേജസ്. അതായത് റാസ്റ്റർ ഇമേജസ് പ്രൊവൈഡ് ചെയ്യുന്ന അത്ര കളർ കോമ്പിനേഷൻസ് ആർക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കില്ല, വെക്ടർ ഇമേജസിന് സാധിക്കുന്നില്ല. പിന്നെ റാസ്റ്റർ ഇമേജസിൻ്റെ കേസിൽ ദേ ആർ generating large files, but in the case of vector images the files are relatively very small. Okay, പിന്നെ raster imagesന്റെ വേറെ പ്രത്യേകതയാണ് they can be used in web and printing. വെബിലും പ്രിന്ററിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ബട്ട് വെക്ടർ ഇമേജസ് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സ്ക്രീനിൽ കാണുന്നതല്ലാതെ അത് വെബിലേക്ക് അപ്ലോഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം, വെക്ടർ ഇമേജസിനെ റാസ്റ്റർ ഇമേജായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം നമ്മളത് അപ്ലോഡ് ചെയ്യാനായിട്ട്. സോ നമ്മളിവിടെ കമ്പാരിസൺ സ്റ്റഡി കണ്ടു റാസ്റ്റർ ഇമേജസിൻ്റെയും വെക്ടർ ഇമേജസിൻ്റെയും. റാസ്റ്റർ ഇമേജസിൻ്റെ പ്രത്യേകതയാണ് ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് പിക്സൽസ് വെച്ചാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ നമ്മളതിനെ റീസൈസ് ചെയ്താൽ അതിൻ്റെ ക്വാളിറ്റി ഡിക്രീസ് ചെയ്യും. ആസ് വെൽ ആസ് ഇത് വെച്ച് ഉപയോഗിച്ചുകൊണ്ട് എനി കളർ കോമ്പിനേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സൈസ് ലാർജ് ഫയൽസ് ആണ്, അതായത് ഇതിൻ്റെ പ്രത്യേകത ലാർജ് ഫയൽസ് ആണ്. പിന്നെ ഇത് വെബിലും പ്രിൻറ്റിങ്ങിലും ഒക്കെ യൂസ് ചെയ്യും, അതായത് ഏത് യൂസേജിനും വേണമെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റും. വെക്ടർ ഇമേജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്തമാറ്റിക്കൽ ഫോർമുലാസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇത് എത്ര റീസൈസ് ചെയ്താലും അതിൻ്റെ ക്വാളിറ്റി ഡിക്രീസ് ചെയ്യുന്നില്ല, അതൊരു പ്രത്യേകതയാണ്. പിന്നെ അതിന് വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാ കളർ കോമ്പിനേഷൻസിനെയും സപ്പോർട്ട് ചെയ്യുന്നില്ല. കമ്പയർ ടു റാസ്റ്റർ ഇമേജിനെ കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ കളർ കോമ്പിനേഷൻസിനെയും ഇത് സപ്പോർട്ട് ചെയ്യുന്നില്ല. അടുത്ത പോയിൻ്റാണ് ഇതിൻ്റെ ഫയൽ സൈസ് റിലേറ്റീവ്ലി സ്മോൾ ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെക്ടർ ഇമേജസ് വെബിലും പ്രിൻറ്റിങ്ങിലും ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ ഇതിങ്ങനെ വെക്ടർ ഇമേജസ് യൂസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അതിനെ റാസ്റ്ററിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. ദാറ്റ് ഈസ് എ കമ്പാരിസൺ സ്റ്റഡി അബൌട്ട് റാസ്റ്റർ ആൻഡ് വെക്ടർ ഇമേജസ്. Next, we have to study the features of GIMP. ഓക്കെ, ജിംപിലുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? കുറേ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ കാണാം. അതിൽ നിന്ന് ഒരു 2 or 3 മാക്സിമം ഒരു 4 എണ്ണെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ദാറ്റ് ഈസ് ജിമ്പിൻ്റെ പ്രത്യേകതയാണ് ഇറ്റ് ക്യാൻ കണ്ടെയ്ൻ മെനി പെയിൻറ്റിംഗ് ടൂൾസ് ഇൻക്ലൂഡിങ് ബ്രഷസ്, പെൻസിൽ, എയർ ബ്രഷ് എക്സെട്ര. അതായത് നമുക്കറിയാമല്ലോ ഒരു
പെയിൻറ്റിങ് ഒരു ഡ്രോയിങ് സോഫ്റ്റ്വെയറിനകത്ത് കുറേ പെയിൻറ്റിങ് ടൂൾസ് ഉണ്ടായിരിക്കും. നമുക്കത് ഓർത്ത് എഴുതി കൂടെ. ബ്രഷ് ഉണ്ടാവും, പെൻസിൽ ഉണ്ടാവും, എയർ ബ്രഷ് ഉണ്ടായിരിക്കും, ബക്കറ്റ് ടൂൾ ഉണ്ടായിരിക്കും. സോ കുറച്ച് ടൂളുകൾ അങ്ങനെ എഴുതി വയ്ക്കുക. പെൻസിൽ, ബ്രഷ്, എയർ ബ്രഷ്, സം എക്സെട്ര. ഇറ്റ് ക്യാൻ കണ്ടെയ്ൻ സം പെയിൻറ്റിങ് ടൂൾസ് ആൻഡ് ഇറ്റ് സപ്പോർട്ട് മൾട്ടിപ്പിൾ അൺഡു ആൻഡ് റീഡു. ഓൾറെഡി നമുക്കറിയാം അൺഡു എന്താണ്, റീഡു എന്താണ് അല്ലേ. കാരണം നമ്മൾ ചെയ്തൊരു ഓപ്പറേഷൻ ക്യാൻസൽ ചെയ്യണമെങ്കിലും അത് വേണ്ട എങ്കിലാണ് എന്ത്, ക്യാൻസലേഷൻ വേണ്ട എങ്കിലാണ് റീഡു ചെയ്യാം. റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ റീഡു മീൻസ് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, സോ ജിം സപ്പോർട്ട് മൾട്ടിപ്പിൾ അൺഡു ആൻഡ് റീഡു ആസ് വെൽ ആസ് ജിം കൺസിസ്റ്റ് ഓഫ് മെനി സെലക്ഷൻ ടൂൾസ് ഇൻക്ലൂഡിങ്. ആ സെലക്ഷൻ ടൂൾസിൻ്റെ പേര് നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ കുറച്ച് ടൂൾസിൻ്റെ പേര് ഓർത്ത് വയ്ക്കുക. ഇൻക്ലൂഡിങ് റെക്റ്റാങ്കിൾ, എലിപ്സ്, ഫ്രീ, അങ്ങനെ കുറച്ച് ടൂൾസിൻ്റെ പേര്. ഫുൾ ടൂൾസിൻ്റെ പേര് പഠിക്കേണ്ട, കാരണം നമ്മൾ വീണ്ടും പഠിക്കുവാണ്. റെക്റ്റാങ്കിൾ, എലിപ്സ്, ഫ്രീ, സെലക്ട് അത്രയും പഠിച്ചാൽ മതി. ഫസി സെലക്ട് അങ്ങനെ എത്രയും പഠിച്ചോളൂ. ബേസിയർ ഒന്നും നമുക്ക് യൂസ് ചെയ്യുന്നില്ല. സോ റെക്റ്റാങ്കിൾ, എലിപ്സ്, ഫ്രീ സെലക്ട്, ഫസി സെലക്ട് അത്ര ടൂൾസ് നമ്മൾ സെലക്ഷൻ ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്. ട്രാൻസ്ഫോർമേഷൻ ടൂൾസ് ഇൻക്ലൂഡ് റൊട്ടേറ്റ്, സ്കെയിൽ, ഷിയർ ആൻഡ് ഫ്ലിപ്പ്. ആസ് വെൽ ആസ് ഇറ്റ് ക്യാൻ സപ്പോർട്ട് മൾട്ടിപ്പിൾ ലെയർ ഫെസിലിറ്റി. നമ്മൾ ആ ഒരു മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു, ആ ഇമേജ് എഡിറ്റിംഗ് ഒക്കെ കാണാനായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ ഞാൻ മെനി ലെയേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. സോ ജിം ക്യാൻ സപ്പോർട്ട് മൾട്ടിപ്പിൾ ലെയർ ഫെസിലിറ്റി ആൻഡ് ഇറ്റ് ക്യാൻ സപ്പോർട്ട് എനി ഫയൽ ഫോർമാറ്റ്. നമ്മുടെ ഇമേജിന് വേണ്ടിയിട്ടുള്ള ഏത് ഫയൽ ഫോർമാറ്റും, അത് JPG ആയിക്കോട്ടെ, JPG ആയിക്കോട്ടെ, GIF ആയിക്കോട്ടെ, PNG ആയിക്കോട്ടെ, ഏത് ഫയൽ ഫോർമാറ്റിനെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് ജിംബിന് സാധിക്കും. ആസ് വെൽ ആസ് ജിംബ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മെനി സ്ക്രിപ്റ്റിംഗ് കേപ്പബിലിറ്റീസും ഇതിനുണ്ട്. അതായത് പല സ്ക്രിപ്റ്റുകളിലേക്ക് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് പ്രോഗ്രാമിംഗ് ചെയ്യാനൊക്കെ ആയിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ട് സാധിക്കും. ഇത്രയും ഫീച്ചേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ഇതിന് ഇഷ്ടപ്പെട്ട ഒരു 3-4 ഫീച്ചർ സെലക്ട് ചെയ്യാം, അത് പഠിക്കാം. ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ജിം ക്യാൻ കണ്ടെയ്ൻ മെനി പെയിൻറ്റിംഗ് ടൂൾസ് ലൈക്ക് ബ്രഷ്, എയർ ബ്രഷ്, ബക്കറ്റ് ടൂൾ എക്സെട്ര. ജിംബിനകത്ത് മെനി പെയിൻറ്റിംഗ് ടൂൾസ് ഉണ്ട്. ഫസ്റ്റ് ഫീച്ചർ. സെക്കൻഡ് ഫീച്ചറാണ് ഇറ്റ് ഹാസ് മൾട്ടിപ്പിൾ അൺഡു ആൻഡ് റീഡു. മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് ഓപ്പറേഷൻ ക്യാൻസൽ ചെയ്യാനും റിപ്പീറ്റ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. ആൻഡ് ജിം ക്യാൻ കണ്ടെയ്ൻ മെനി സെലക്ഷൻ ടൂൾസ്. സെലക്ഷൻ ടൂൾസിൻ്റെ എക്സാമ്പിൾ നോക്കുക. റെക്റ്റാങ്കിൾ, എലിപ്സ്, ഫ്രീ സെലക്ട്, ഫസി സെലക്ട്, ഇൻ്റലിജൻറ്റ് ടൂൾ. ആൻഡ് ഇറ്റ് ഹാസ് സം ട്രാൻസ്ഫോർമേഷൻ ടൂൾസ്, ദാറ്റ് ഈസ് റൊട്ടേറ്റ്, ഷിയർ, ഫ്ലിപ്പ് എക്സെട്ര. They can support multiple layer facility as well as they can support multiple file format like JPG, GIF, PNG, etc. And they can support advanced scripting capabilities. ഇതിൽ 1, 2, 3 1, 2 ഒരു 3 മിനിമം ഫീച്ചേഴ്സ് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് we have to study about canvas creation. എങ്ങനെയാണ് ഒരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യുക? നമുക്കറിയാം അല്ലേ, പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും റെലവൻ്റ് ആവുന്നതാണ് ക്യാൻവാസ്. ദാറ്റ് ഇസ് എ കണ്ടെയ്നർ അല്ലേ. ആ ക്യാൻവാസിനകത്ത് നമ്മൾ ഇമേജ് ഡെവലപ്പ് ചെയ്യാം. സോ അത് ക്യാൻവാസ് ഒരു കണ്ടെയ്നറാണ് അല്ലേ. ക്യാൻവാസ് ഈസ് ദ കണ്ടെയ്നർ പാർട്ട് ഓഫ് ദ ജിംബ് ദാറ്റ് ക്യാൻ ഹോൾഡ് ആൻഡ് മാനിപ്പുലേറ്റ് പിക്ചേഴ്സ്. ക്യാൻവാസ് ഒരു കണ്ടെയ്നർ പാർട്ടായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഇമേജസിനെ ഹോൾഡ് ചെയ്യാനും അതുപോലെ ഇമേജസിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും സാധിക്കും. ക്യാൻവാസ് ക്യാൻ ഹോൾഡ് ആൻഡ് മാനിപ്പുലേറ്റ് ദ ഇമേജസ്. നമ്മളൊരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എടുക്കുന്ന കമാൻഡ് എന്ന് പറയുന്നത് ഫയലിൽ പോയിട്ട് ന്യൂ എടുക്കുകയാണ് ചെയ്യുന്നത്. സോ നോക്കൂ, ക്യാൻവാസ് ഈസ് ദ കണ്ടെയ്നർ പാർട്ട് ഓഫ് ദ ജിംബ്. ഇറ്റ് ക്യാൻ ഹോൾഡ് images as well as by using canvas we can manipulate the image or pictures. Next we have to how to save the image. നമുക്ക് എങ്ങനെ സേവ് ചെയ്യുക? ഫയലിൽ പോവുക, സേവ് ബട്ടൺ പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കും, ടൂൾ ബാറിൽ സേവ് എന്നുള്ള ബട്ടൺ ഉണ്ടായിരിക്കും, അത് പ്രസ് ചെയ്തുകൊണ്ട് സേവ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിംബ് ഫയൽ സേവ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട എക്സ്റ്റൻഷനാണ് .xcf. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്റ്റൻഷനാണ് .xcf, എക്സ്പെരിമെൻ്റൽ കോമ്പാക്ട് ഫെസിലിറ്റി. അതാണ് XCFൻ്റെ ഫുൾ ഫോം. നെക്സ്റ്റ് 2 കാര്യം കൂടിയാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് സെലക്ഷൻ ടൂൾസ് ആസ് വെൽ ആസ് വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് ട്രാൻസ്ഫോം ടൂൾസ്. ഓക്കെ, സെലക്ഷൻ ടൂൾസ് that are used to select a particular region or an active layer from the image.
സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇമേജിൻ്റെ ഒരു പെർട്ടിക്കുലർ ലെയറോ പെർട്ടിക്കുലർ റീജിയനോ അല്ലെങ്കിൽ ഒരു ലെയർ മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഒരു ഇമേജ് കംപ്ലീറ്റ് ആയിട്ടോ സെലക്ട് ചെയ്യാനായിട്ടാണ് എന്ത് യൂസ് ചെയ്യുക, സെലക്ഷൻ ടൂൾസ് യൂസ് ചെയ്യുക. ഐ റിപ്പീറ്റ്, ദീസ് ആർ യൂസ്ഡ് ടു സെലക്ട് പെർട്ടിക്കുലർ റീജിയൻ or an active layer or the entire image. We have different types of selection tools are there. Rectangle select, ellipse select, free select, that's also known as lasso tool. Foreground select, fuzzy select, its another name is magic wand. Bicolor select, intelligent scissors. So ഇതിൻ്റെ എക്സാമ്പിൾസ് ഒരു 4-5 എണ്ണം നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പഠിക്കണം. ഇവിടെ വേറെ അതിൻ്റെ പർപ്പസ് എന്താണ്, ഇത്രേ പഠിക്കാനുള്ളൂ. സെലക്ഷൻ ടൂളിൻ്റെ പർപ്പസ് എന്താണ്, ഇത് യൂസ് ചെയ്തുകൊണ്ട് ഒരു ഇമേജിൻ്റെ ചില റീജിയനോ അല്ലെങ്കിൽ ഒരു ലെയറോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇമേജോ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതൊരു പോയിന്റ്. പിന്നെ ഈ ടൂൾസ് ഒരു 4 എക്സാമ്പിളായിട്ട് പഠിച്ചു വയ്ക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ന് പഠിച്ച 4 എക്സാമ്പിള് ഇന്ന് റിവൈസ് ചെയ്യുമ്പോൾ ആ 4 തന്നെ പഠിക്കാൻ നോക്കുക. അല്ലാതെ ഇന്ന് 4 പഠിച്ചു, ഇനി വേറെ സമയത്ത് പഠിക്കുമ്പോൾ വേറെ 4 പഠിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒരു നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ ചൂസ് ചെയ്യുന്ന പോയിന്റ് നിങ്ങൾ ടിക്കിട്ട് വെക്കുക. ആ പോയിന്റ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അല്ലാതെ ഇന്ന് പഠിച്ചത് ഒന്ന് വേറെ ദിവസം പഠിക്കുന്നത് വേറെ ഒന്നാണെങ്കിൽ നിങ്ങൾക്കത് ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടാവും. എക്സാമിന് പോയിന്റുകൾ റിക്കളക്ട് ചെയ്യാൻ പാടാകും. പക്ഷേ ഇന്ന് പഠിക്കുന്നത് റിവൈസ് ചെയ്താൽ അത് ഉപകാരപ്പെടും. നെക്സ്റ്റ് വി ഹാവ് ട്രാൻസ്ഫോം ടൂൾസ്. ഇത് സെലക്ഷൻ ടൂൾസ് പോലെ തന്നെ. പിന്നെ ഒരു കാര്യം ഓർത്ത് വെക്കണം, നമുക്ക് ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെനു ഫയലാണ്, സേവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെനു ഫയലാണ്. സെലക്ഷൻ ടൂൾസ് ഉപയോഗിക്കുന്ന മെനു ടൂൾസിൽ നിന്നാണ് നമുക്ക് സെലക്ഷൻ ടൂൾസ് സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. ടൂൾസിൽ നിന്ന് സെലക്ഷൻ ടൂൾസ് സെലക്ട് ചെയ്യുക. അതിൽ നിന്ന് ഏത് ടൂളാണോ നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. നെക്സ്റ്റ് വി ഹാവ് ട്രാൻസ്ഫോം ടൂൾസ്. ഈ ടൂൾസ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദീസ് ടൂൾസ് ആർ മെയിൻലി യൂസ്ഡ് ടു ഓൾട്ടർ ദ അപ്പിയറൻസ് ഓഫ് ദ ഇമേജ് or position of the image or the angle of the image. അതായത് ഈ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് we can alter the size, position and angle or direction of the image. I will repeat. Transform tools are used to alter the size, position, the direction of the image. Okay, there are different tools are available: align, move, crop, rotate, scale, shear and flip. These are the different tools. Selection tools ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ട്രാൻസ്ഫോം ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഇമേജിൻ്റെ അപ്പിയറൻസ് ഒക്കെ മാറ്റാം, അതിൻ്റെ സൈസ് മാറ്റണമെങ്കിൽ സൈസ് മാറ്റാം, അതിൻ്റെ പൊസിഷൻ മാറ്റണമെങ്കിൽ പൊസിഷൻ മാറ്റാം, ആസ് വെൽ ആസ് അതിൻ്റെ ഡയറക്ഷൻ മാറ്റണമെങ്കിൽ ഡയറക്ഷൻ മാറ്റാം. അത് നമ്മൾ റൊട്ടേറ്റ് ചെയ്താൽ ഡയറക്ഷൻ മാറും, അതുപോലെ ഫ്ലിപ്പ് ചെയ്താലും ഡയറക്ഷൻ മാറും. സോ മെനി ഓപ്ഷൻസ് നമുക്കവിടെ അവൈലബിൾ ആണ്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 ട്രാൻസ്ഫോം ടൂൾസ് പഠിച്ചാൽ മതി. എല്ലാം 4 വെച്ച് പഠിക്കുക. 4 ട്രാൻസ്ഫോം ടൂൾസിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ പിക്ക് ചെയ്യുക, അത് പഠിക്കുക, വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു ഫണ്ടമെൻ്റൽ ഓഫ് ജിംപിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ. ഈ വീഡിയോയിൽ ഞാൻ അത്രയുമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ജിംപിൻ്റെ ഫുൾ ഫോം, എക്സാമ്പിൾസ് ഓഫ് ഇമേജ് എഡിറ്റേഴ്സ്, കമ്പാരിസൺ ഓഫ് റാസ്റ്റർ ആൻഡ് വെക്ടർ ഇമേജ് എഡിറ്റേഴ്സ്, ഫീച്ചേഴ്സ് ഓഫ് ജിംപ്, ഹൗ ടു ക്രിയേറ്റ് എ ക്യാൻവാസ്, ഹൗ ടു സേവ് ആൻ ഇമേജ്, XCF ഫയൽ ഫോർമാറ്റ് മറക്കരുത്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സെലക്ഷൻ ടൂൾ ആൻഡ് 4 എക്സാമ്പിൾസ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ട്രാൻസ്ഫോം ടൂൾസ് ആൻഡ് 4 എക്സാമ്പിൾസ്. ഇത്രയും കാര്യമാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത്. എനിക്ക് ഇത് ഇങ്ങനെ പറഞ്ഞു തരാനേ പറ്റത്തുള്ളൂ. ഇതിലെ ഓരോ എക്സാമ്പിൾസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. എക്സാമ്പിൾസ് നിങ്ങൾ എഴുതി പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ജിംപിൻ്റെ കണ്ടിന്യൂഷൻ, അതായത് അഡ്വാൻസ്ഡ് കൺസെപ്റ്റ് പേരൊക്കെ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിലും പഠിക്കാനുള്ളത് കുറച്ചേ പഠിക്കാനുള്ളൂ. ആ ലെസൻ്റെ അത്രയും കൂടെ പഠിക്കാനില്ല, കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. Thanks for watching.